നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വെൽഡിംഗ് ക്ലാസിഫിക്കേഷൻ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് എങ്ങനെയാണോ നമ്മുടെ ബേസ് മെറ്റലിനെ ഹീറ്റ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഫ്ലെയിം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ എവിടെ നിന്നാണോ കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒട്ടുമിക്ക ക്ലാസിഫിക്കേഷൻ നമുക്ക് വെൽഡിങ്ങിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആ പേര് ഉദ്ദേശിക്കുന്ന കൂട്ട് തന്നെ എന്തായിരിക്കാം, നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്യൂവൽ ഗ്യാസ് മിക്സർ കത്തുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഫ്ലെയിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വെൽഡിംഗ് നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് ഇതൊരു ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല, പ്രഷർ അപ്ലൈ ചെയ്യാറില്ല. നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബേസ് മെറ്റലിനെയും അതുപോലെ തന്നെ ഫില്ലർ മെറ്റീരിയലിനെയും നമ്മൾ മെൽറ്റ് ചെയ്യിച്ച് ഫ്യൂസിങ് സ്റ്റേജിലേക്ക് എത്തിയതിന് ശേഷം അത് രണ്ടും കൂടി എല്ലാം കൂടി ചേർന്നിട്ട് അതിനുശേഷം സോളിഡിഫിക്കേഷൻ നമ്മൾ സമയം കൊടുത്തിട്ടാണ് നമ്മൾ വെൽഡിങ് നടത്തുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതെങ്ങനെയാണ് നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫ്യൂവൽ ഗ്യാസ് മിക്സർ, അസറ്റിലിൻ അല്ലെങ്കിൽ ഓക്സിജൻ, അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതിൻ്റെയൊക്കെ ഈ ഒരു മിക്സർ അതിനൊരു പ്രത്യേക കോമ്പിനേഷനിൽ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ആദ്യമേ ഇഗ്നൈറ്റ് ചെയ്തതിന് ശേഷം ആ ഫ്ലെയിം കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനായിട്ട് നമ്മൾ ഈ ഫ്യൂവൽ ഗ്യാസ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ ഫ്ലെയിം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ബേസ് മെറ്റലിനെയും ആ ജോയിൻറ്റിലും അതുപോലെ തന്നെ ഫില്ലർ മെറ്റീരിയലിലും നമ്മൾ ഈ ഒരു ഹീറ്റ് അവിടെ അപ്ലൈ ചെയ്യും. അതുവഴി നമ്മുടെ മെറ്റീരിയൽസും അതുപോലെ തന്നെ നമ്മുടെ ബേസ് മെറ്റലും മെൽറ്റ് ചെയ്ത് എല്ലാം കൂടി ഫ്യൂസ് ചെയ്ത് അതൊരു ജോയിൻ്റായിട്ട് മാറും. അതാണ് ഗ്യാസ് വെൽഡിംഗ് എന്ന് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്യാസ് വെൽഡിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് അടുത്തതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചാണ്. ഓക്കെ, നമുക്ക് 2600 മുതൽ 3300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് നമുക്കിവിടെ വരുന്നത് ഗ്യാസ് വെൽഡിങ്ങിൽ. അപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതൊക്കെ ഫ്യൂവൽസ് ആണ് നമുക്ക് ഈ ഒരു ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഫ്യൂവൽസ് ആണെന്നുള്ളതാണ്. ഒന്നാമത്തത് അസറ്റിലിനാണ്, രണ്ടാമത് ഹൈഡ്രജൻ നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്കിനി പഠിക്കാനുള്ളത് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് ആണ്. നമുക്ക് കോമൺ യൂസ് ചെയ്യുന്നതാണ് ഓക്സി അസറ്റിലിൻ വെൽഡിംഗ്, അതുപോലെ എയർ അസറ്റിലിൻ വെൽഡിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള വെൽഡിങ്സ് നമുക്കിതിന് തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓക്സി അസറ്റിലിൻ, എയർ അസറ്റിലിൻ വെൽഡിംഗ് ഒക്കെ. അപ്പോൾ ഈ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് 6 mm തിക്നെസ് വരെയുള്ള ഫെറസ് നോൺ ഫെറസ് മെറ്റൽസിനെ വെൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഓക്സിജൻ അതുപോലെ തന്നെ അസറ്റിലിൻ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ഫ്ലെയിം ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന വാതകവും അസറ്റിലിനാണ് നമ്മളുടെ ഇവിടുത്തെ ഫ്യൂവലും വരിക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ സിലിണ്ടേഴ്സിലായിരിക്കും നമ്മളിതിനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് പ്രഷറിൽ നമ്മളതിനെ സേവ് ചെയ്യും. എന്നിട്ട് നമ്മളതിനെ കറസ്പോണ്ടിങ് മിക്സറായിട്ട് ഒരു വെൽഡിംഗ് ടോർച്ചിനകത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു മിക്സർ ആക്കി എടുത്തിട്ട് കറക്റ്റ് പ്രപ്പോർഷനിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇഗ്നൈറ്റ് ചെയ്യും. നമ്മൾ എന്തായാലും കത്താനായിട്ട് നമ്മളൊരു തീപ്പൊരി എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു അസറ്റിലിനും ഗ്യാസും അതുപോലെ ഓക്സിജനും സപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഫ്ലെയിം നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫ്ലെയിമാണ് നമുക്ക് ഹീറ്റ് നമ്മുടെ ബേസ് മെറ്റലിലേക്കും ഫില്ലർ മെറ്റീരിയലിനും നമുക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഓക്സി അസറ്റിലിൻ യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ വെൽഡിംഗ് നടത്തുന്നതിനാണ് നമ്മൾ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ആ ടോർച്ചിൻ്റെ ആ ഒരു ടിപ്പിലായിരിക്കും നമുക്കിവിടെ ഫ്ലെയിം ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെയിം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഹോട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ, നമ്മുടെ മെറ്റലിൽ കൊടുക്കാനായിട്ട് സഫീഷ്യൻ്റ് ആയിരിക്കും, നമുക്ക് പേരൻറ്റ് മെറ്റലിലേക്ക് കൊടുക്കാനായിട്ട് സഫീഷ്യൻ്റ് ആയിരിക്കും നമുക്ക് ആ ഒരു ഫ്ലെയിം അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് ഈ അസറ്റിലിൻ അതുപോലെ തന്നെ ഓക്സിജൻ അത് നമ്മൾ ശേഖരിച്ച് വെക്കാനായിട്ട് നമുക്ക് ഓരോ സിലിണ്ടേഴ്സ് ഉണ്ടാവും. സെപ്പറേറ്റ് സിലിണ്ടേഴ്സിലാണ് നമ്മൾ ഈ അസറ്റിലിൻ അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നത്. അതിന് അസറ്റിലിൻ സിലിണ്ടറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അസറ്റിലിൻ സിലിണ്ടറിനകത്ത് അതിൻ്റെ സ്റ്റാൻഡേർഡ് കളർ, നമ്മൾ എന്തായാലും അത് മറന്നു പോകാൻ പാടില്ലാത്തൊരു കേസാണ്.
അസറ്റിലീൻ സിലിണ്ടറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് കളറായിട്ട് നമ്മൾ എടുക്കുന്ന മെറൂൺ ആണ് നമ്മുടെ അസറ്റിലീൻ സിലിണ്ടറിൻ്റെ സ്റ്റാൻഡേർഡ് കളർ. ഇനി അതിനകത്തുള്ള പ്രഷർ 16 kg/cm²ലാണ് ആ ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7.6 m3 ആണ്. അതായത് വോളിയം ഓഫ് അസറ്റിലീൻ സിലിണ്ടർ എന്ന് പറയുന്നത് 7.6 m3 ആണ്. ഇനി ഇതേപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ, സെപ്പറേറ്റ് സിലിണ്ടേഴ്സ് ആണ് ഓക്സിജനും അസറ്റിലിനും ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഓക്സിജൻ സിലിണ്ടർ വരുമ്പോൾ ആ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സ്റ്റാൻഡേർഡ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഓക്കെ, ബ്ലാക്ക് കളറിലെ സിലിണ്ടറിനകത്താണ് നമ്മൾ ഓക്സിജനെ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ പ്രഷർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 25 to 140 kg/cm² ആണ്. ഇനി ആ ഓക്സിജൻ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6.23 m3 ആണ് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെപ്പറേറ്റ് സിലിണ്ടേഴ്സിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ രണ്ട് സെപ്പറേറ്റ് സിലിണ്ടേഴ്സിലാണ് നമ്മൾ അസറ്റിലിനെയും അതുപോലെ ഓക്സിജനെയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തത് ഈ കാണിച്ചിരിക്കുന്ന ഈ മെറൂൺ കളറുള്ളതിനാണ് നമുക്ക് എന്ത് പറയുന്നത് അസറ്റിലിൻ സിലിണ്ടർ എന്നും, ഈ ബ്ലാക്ക് കളറിനെയാണ് നമ്മൾ ഓക്സിജൻ സിലിണ്ടർ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കാവുന്നൊരു കാര്യം, ഈ ഹോസിൻ്റെ കളർ, ഈ അസറ്റിലിൻ സിലിണ്ടറിൽ നിന്ന് നമ്മുടെ വെൽഡിങ് ടോർച്ചിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഹോസിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. അസറ്റിലിൻ സിലിണ്ടറിൽ നിന്ന് നമ്മുടെ ആ ഒരു വെൽഡിങ് ടോർച്ചിലേക്ക് നമ്മുടെ അസറ്റിലിനെ എത്തിക്കാനായിട്ട് നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഹോസിന് പറയുന്നത് ഹോസിന് അതിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളറായിരിക്കും നമുക്ക് ആ ഒരു ഹോസിനുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും നമ്മുടെ ആ ഒരു ഓക്സിജനെ നമ്മൾ എവിടെ ആയിരിക്കാം വെൽഡിംഗ് ടോർച്ചിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോസിൻ്റെ കളർ ബ്ലാക്ക് കളർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഓക്സിജൻ സിലിണ്ടറിൻ്റെയും ആ ഹോസിൻ്റെയും കളർ ബ്ലാക്ക് തന്നെയാണ്. ഇനി അസറ്റിലിൻ സിലിണ്ടറിൻ്റെ കളർ മെറൂണും അതുപോലെ തന്നെ അസറ്റിലിൻ ആ ഹോസിൻ്റെ കളർ നമുക്ക് റെഡുമാണ് വരിക. ഓക്കെ, ഈ നമ്മൾ കറക്റ്റ് പ്രഷർ റെഗുലേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ പ്രഷർ റെഗുലേറ്റേഴ്സ് രണ്ടിനും ഉണ്ടാവും, രണ്ട് സിലിണ്ടറിനും പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. ആ രണ്ട് സിലിണ്ടറിൽ നിന്നും പ്രഷർ റെഗുലേറ്റേഴ്സ് വന്ന് നമ്മളെന്താണ് നമ്മൾ എത്ര പ്രഷറിലാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ പ്രഷറിൽ നമ്മൾ അസറ്റിലിനെയും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജനെയും നമ്മൾ സപ്ലൈ ചെയ്യാറുള്ളൂ. അങ്ങനെ അസറ്റിലിനെയും ഓക്സിജനെയും സപ്ലൈ ചെയ്താൽ ഇതാണ് നമ്മുടെ വെൽഡിംഗ് ടോർച്ച്. ഇവിടെ വെച്ചാണ് നമ്മുടെ ആ ഒരു മിക്സിങ് നമുക്ക് നടക്കുന്നത്. അതിനകത്തൊരു നീഡിൽ വാൽവ് ഉണ്ടാവും. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഏത് എമൗണ്ടാണോ നമ്മൾ വേണ്ടത് അതനുസരിച്ച് നമുക്ക് അസറ്റിലിൻ്റെ എമൗണ്ടും അതുപോലെ ഓക്സിജൻ്റെ എമൗണ്ടും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ വെൽഡിംഗ് ടോർച്ചിനകത്താണ് നമ്മൾ ഈ ഒരു അസറ്റിലിനും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജനും കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ആവുന്നത്. അങ്ങനെ മിക്സായ ആ ഒരു മിക്സ്ചറിനെ അവിടെയാണ് നമ്മളൊരു ഇഗ്നീഷൻ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇഗ്നീഷൻ കൊടുക്കുക, നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇതാണ് നമ്മുടെ ആ ഒരു വെൽഡിംഗ് ടോർച്ചിൻ്റെ ആ നീഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്ത ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു തീ ഈ പാർട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് കത്തും. അങ്ങനെ വൺസ് അതൊന്ന് കത്തുവാണെങ്കിൽ പിന്നെ ആ ഒരു ഫ്ലെയിം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനെ ആ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നമുക്ക് എവിടെയാണോ നമുക്കിപ്പോൾ വെൽഡിങ് നടത്തേണ്ടത്, അപ്പോൾ നമുക്ക് ഈ അസംബ്ലി എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാവുന്നൊരു കേസാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മുടെ ആ ഒരു വർക്ക് പീസ് വേണ്ടത് ആ വർക്ക് പീസിൻ്റെ ആ പ്ലേസിൽ നമ്മൾ വർക്ക് പീസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർക്ക് പീസിൻ്റെ ജോയിൻ ചെയ്യേണ്ട ആ ഒരു വെൽഡ് ജോയിൻറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ പാർട്ടിലാണ് നമുക്ക് വെൽഡിങ് ജോയിൻ വരേണ്ടത്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ഹീറ്റ് ഈ ഫ്ലെയിം കൊണ്ടുവന്ന് ഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഫ്ലെയിം ഇവിടെ കൊണ്ടുവന്ന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ അത് മെൽറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഈ രണ്ട് മെറ്റലിനും ഈ ബേസ് മെറ്റലിൻ്റെ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും തമ്മിൽ മെൽറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഫ്യൂസ്ഡ് സ്റ്റേജിലാവുകയും നമ്മളത് സോളിഡിഫിക്കേഷൻ കഴിഞ്ഞാൽ ഒരു ഒറ്റ സിമ്പിൾ അസംബ്ലി ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ആ ഒരൊറ്റ സിമ്പിൾ അസംബ്ലിനെ നമ്മൾ പറയുന്നത് വെൽഡ്മെൻ്റ് എന്നാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്. വെൽഡ്മെൻ്റ് എന്നാണ് നമ്മൾ ഈ വെൽഡിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ പാർട്ടിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് അതിൻ്റെ പ്രഷർ റെഗുലേറ്റേഴ്സാണ്. ഓക്കെ, ഈ നമ്മുടെ ഓരോ സിലിണ്ടറിനകത്തും നമ്മൾ ഓരോ പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ പ്രഷർ റെഗുലേറ്റേഴ്സ് ആ ഗ്യാസ് പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ അസറ്റിലിനും അതുപോലെ തന്നെ ഓക്സിജനും
നമ്മൾ സേവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രഷറിൻ്റെ കേസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് വർക്കിംഗ് പ്രഷർ എന്നുള്ളൊരു കേസ് കൂടെ ഉണ്ട്. നമ്മൾ ഏത് പ്രഷറിലാണ് നമ്മളിത് പുറത്തേക്ക് വിടേണ്ടത്, അപ്പോൾ അതിനാണ് നമ്മൾ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ കേസിൽ അത് 0.7 to 2.8 kg/cm², ആണ്. അതുപോലെ തന്നെ അസറ്റിൻ്റെ കേസിൽ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് 0.07 to 1.03 kg/cm³ ആണ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹോസിൻ്റെ കളറുകൾ. ഓക്കെ, നമ്മുടെ ആ ഒരു ഹോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ഈ ഓരോ സിലിണ്ടറിൽ നിന്നും നമുക്ക് എവിടെ വെൽഡിംഗ് ടോർച്ചിലേക്ക് നമുക്ക് എന്താണ് ആ ഒരു അസറ്റിലിനെയും അതുപോലെ തന്നെ ഓക്സിജനെയും എത്തിക്കാനുള്ള ആ ഒരു അറേഞ്ച്മെൻ്റാണ് നമ്മുടെ ഹോസസ് എന്ന് പറയുന്നത്. ഓക്സിജൻ ഹോസിൻ്റെ കളറ് ബ്ലാക്ക് ആണ്, അതുപോലെ തന്നെ അസറ്റിലിൻ ഹോസിൻ്റെ കളറ് റെഡ് ആണ്. അടുത്ത വെൽഡിംഗ് ടോർച്ച്. നമ്മുടെ ഈ രണ്ട് ഒരു ഹോസുകളും തമ്മിൽ വന്ന് കണക്ട് ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്, വെൽഡിംഗ് ടോർച്ചിലാണ്. വെൽഡിംഗ് ടോർച്ച് നമ്മൾ ആ ഒരു ഓക്സിജനെയും അതുപോലെ തന്നെ അസറ്റിലിനെയും കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെൻ്റാണ് നമ്മുടെ വെൽഡിംഗ് ടോർച്ച് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഇൻലെറ്റ് ഹെഡ് എൻഡ്സ് ഉണ്ടാവും. ഓക്കെ, ഒന്ന് ഓക്സിജന് വേണ്ടിയും അടുത്തത് അസറ്റിലിന് വേണ്ടിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ രണ്ട് ഇൻലെറ്റ് എൻഡ്സ് ആണ് നമുക്കതിന് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻലെറ്റ് എൻഡിലും ഓരോ വാൽവ് ഉണ്ടാവും. ഓക്കെ, ആ വാൽവ് യൂസ് ചെയ്താണ് നമ്മൾ എന്തിനാണ് ഈ ഗ്യാസസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലെയിംസ് നമുക്ക് കിട്ടും. നമുക്ക് 3 ടൈപ്പ് ഫ്ലെയിംസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. റെഡ്യൂസിങ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം. അങ്ങനെയല്ല ആ ഒരു ഫ്ലെയിമിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ റെഡിയാക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഫ്ലെയിംസിന് ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് പറയാം. ആ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്സിജൻ്റെ എമൗണ്ട് എത്രയാണോ നമ്മുടെ ടോർച്ചിലേക്ക് വിടുന്നത് അതേ എമൗണ്ട് തന്നെ നമ്മൾ അസറ്റിലിനും എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. 1:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് നമ്മളിവിടെ ഫ്യൂവലും അതുപോലെ തന്നെ ഗ്യാസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ നമ്മുടെ ഈ ഓക്സിജൻ്റെ എമൗണ്ട് നമ്മുടെ ആ ഒരു അസറ്റിലിനേക്കാളും കുറവാണ്. അതുപോലെ തന്നെ അസറ്റിലിൻ്റെ എമൗണ്ടാണ് നമുക്ക് കൂടുതലെങ്കിൽ അതിനെയാണ് നമ്മൾ റെഡ്യൂസിങ് അല്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് ഓക്സിഡൈസിങ് ഫ്ലെയിം. ആ പേര് കേട്ടാൽ തന്നെ അറിയാം, നമുക്ക് ഓക്സിജൻ്റെ എമൗണ്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ, അസറ്റിലിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കേസുകളാണ് നമുക്ക് ആ ഒരു വെൽഡിംഗ് ടോർച്ചിനകത്തുള്ളത്. ഓക്കെ, ആ ടോർച്ചിൻ്റെ നമുക്ക് ഈ ടിപ്പിലായിട്ട് നമുക്ക് എന്താണ് ഒരു നോസിൽ, അതുപോലെ തന്നെ ആ ഒരു ടോർച്ചിൻ്റെ എൻഡിൽ നമുക്കൊരു നോസിലുണ്ടാവും. നോസിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി കൂട്ടുക എന്നുള്ളതാണ് ആ ടോർച്ചിൻ്റെ ഉദ്ദേശം. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ നമുക്കത് നോക്കാം. അസറ്റിലിൻ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഓൺ ചെയ്യുന്നത് അസറ്റിലിനാണ്. അപ്പോൾ അസറ്റിലിൻ നമ്മൾ ആ ഫ്യൂവൽ ഗ്യാസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ടോർച്ചിനകത്തേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ജസ്റ്റ് ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇഗ്നൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഫ്ലെയിം നമ്മൾ ആ ഒരു സ്പാർക്ക് ലൈറ്റർ കൊണ്ട് നമ്മൾ ആദ്യമേ ഇഗ്നൈറ്റ് ചെയ്യും. അങ്ങനെ ഇഗ്നൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ജസ്റ്റ് ഒരു ഫ്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ ഓക്സിജൻ നമ്മളവിടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് ഫ്ലെയിം വേണമെന്നോ നമുക്ക് ഓക്സിജൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓക്സിജൻ കൂട്ടുവാണെങ്കിൽ അത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആവും. അസറ്റിലിൻ്റെ അതേ എമൗണ്ട് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ന്യൂട്രൽ ഫ്ലെയിം ആവും. അതുപോലെ തന്നെ ഈ നമ്മുടെ അസറ്റിലിനേക്കാളും കുറവാണ് ഓക്സിജൻ എങ്കിൽ നമുക്കതിന് റെഡ്യൂസിങ് ഫ്ലെയിം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഓക്സിജൻ്റെ എമൗണ്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഫ്ലെയിംസ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് പീസ് നമ്മൾ കറക്റ്റ് ചെയ്ത് എവിടെയാണോ വെച്ചിരിക്കുന്നത് നമ്മൾ ഡിസൈഡ് ഫ്ലെയിം എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വർക്ക് പീസ് വെച്ചിരിക്കുന്ന വർക്ക് പീസ് ജോയിൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇത് കൊണ്ടുവന്ന് ഈ ഫ്ലെയിം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ കേസ് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടൈപ്സ് ഓഫ് ഫ്ലെയിംസ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ 3 ടൈപ്പ് ഫ്ലെയിംസ് ആണ് നമുക്കുള്ളത്. ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, റെഡ്യൂസിങ് ഫ്ലെയിം. റെഡ്യൂസിങ് ഫ്ലെയിമിന് നമ്മൾ കാർബറൈസിങ് ഫ്ലെയിം എന്ന് കൂടി പറയാറുണ്ട്. ഇവിടെ ഈ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈക്വൽ വോളിയം ഓഫ് അത് ഓക്സിജനും അസറ്റിലുമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്താണ് ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. അതിനൊരു ഇന്നർ ലൂമിനസ് കോണും ഒരു ഔട്ടർ കോണും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഫിഗറാണ് നമ്മുടെ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറയുന്നത്. അതിനൊരു ഇന്നർ ലൂമിനസ് കോറും അതിന് ഔട്ടർ കോറും നമുക്ക് ഉണ്ടാവും. ഇനി അടുത്ത് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഓക്സിജൻ്റെ എമൗണ്ടാണ് അസറ്റിലിൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതലെങ്കിൽ അതിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു ഷോർട്ടർ ഇന്നർ കോണും അതുപോലെ ഔട്ടർ ഫ്ലെയിമുമാണ് നമുക്ക് ഉണ്ടാവുക. ഇനി ലാസ്റ്റത്തെ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ്യൂസിങ് അല്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ എമൗണ്ടാണ് കൂടുതൽ, ഓക്സിജനേക്കാളും നമുക്കിവിടെ അസറ്റിലിൻ്റെ എമൗണ്ടാണ് കൂടുതലെങ്കിൽ അതിനെയാണ് നമ്മൾ
റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഇതിന് 3 പാർട്സാണ് ഉണ്ടാവുക. ആ ഒരു ഫ്ലെയിമിന് ഒരു ഇന്നർ കോൺ ഉണ്ടാവും, അതുപോലെ ഇൻ്റർമീഡിയറ്റ് വൈറ്റിഷ് കോൺ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഔട്ടർ കോൺ ഓഫ് ബ്ലൂയിഷ് കളർ നമുക്കിവിടെ ഇതിന് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് കാർബറൈസിങ് ഫ്ലെയിം. അതിൻ്റെ 3 പാർട്സാണ് ഈ 3 കോൺസാണ് നമ്മളിവിടെ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്.